ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ, ലൈഫ് ഹാസ് ടു ഗോ ഓൺ, ഓൾവേസ് പോസിറ്റീവായി. ഡൽഹി പൊല്യൂഷൻ. അപ്പോൾ ഡൽഹിയിൽ മലിനീകരണം ഇതുവരെയുള്ള അല്ലെങ്കിൽ ഡൽഹിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് അല്ലെങ്കിൽ റെക്കോർഡ് ആ ഒരു നിലയിലേക്ക് ഡൽഹിയിലെ മലിനീകരണം ഇപ്പോൾ മലിനീകരണത്തോട് ഉയർന്നിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ മുതലായവയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോമാണ് അവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓഫീസുകളെല്ലാം അടച്ചിട്ടിട്ട് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി. അതോടൊപ്പം സ്കൂളുകൾ അടച്ചിട്ടിട്ട് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഇപ്പം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം 10-12 ക്ലാസ്സുകൾ ഒഴികെ ബാക്കിയെല്ലാ ക്ലാസ്സുകൾക്കും ഓൺലൈനായിരുന്നു. പിന്നീട് മലിനീകരണത്തോട് കൂടുന്നതനുസരിച്ച് 10-12 ക്ലാസ്സുകളിലും ഓൺലൈൻ ക്ലാസ്സുകൾ ഏർപ്പെടുത്തി. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കുവാനായിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നവംബർ 25 വരെയാണ് ഈ ഒരു സംവിധാനം ഇപ്പോൾ പോയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതാണ്. അവിടെയുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി അതീഷി പറയുന്നത്, അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും എല്ലാ വർഷവും ചർച്ചയാകാറുണ്ട് ഡൽഹിയിലെ മലിനീകരണത്തോട്. പക്ഷേ ഈ വർഷം എന്നത് ഇതുവരെയുള്ള ഏറ്റവും റെക്കോർഡ് തോതിലേക്ക് ഉയർന്നിരിക്കുകയാണെന്ന് പറയാം. കാരണം എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്നത് 494 ഉയർന്നിരിക്കുന്നത്. ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തോതാണ് 494 എന്നത്. അതായത് വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുക, അതോടൊപ്പം മറ്റുള്ള അല്ലെങ്കിൽ ഫാക്ടറികൾ അങ്ങനെയുള്ള നിന്നും പുറന്തള്ളപ്പെടുന്ന പുക, അതോടൊപ്പം വേസ്റ്റുകളൊക്കെ കത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അങ്ങനെ ഡൽഹി എന്ന് പറയുന്നത് കനത്ത പുകമഞ്ഞ് കൊണ്ടിപ്പോൾ മൂടിയിരിക്കുകയാണെന്ന് പറയാം. തവിട്ട് കലർന്ന കനത്ത പുകമഞ്ഞ് കൊണ്ടാണിപ്പോൾ തവിട്ട് നിറത്തിലുള്ള കനത്ത പുകമഞ്ഞിലാണ് ഇപ്പോൾ ഡൽഹി നഗരം മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ തന്നെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള നഗരങ്ങളിലൊന്നാണ് ഡൽഹി എന്ന് പറയുന്നത്. ഇത് അവിടുത്തെ 30 ദശലക്ഷത്തിലധികം നിവാസികളെ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. അവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചരിത്രം നോക്കുമ്പോൾ 1980-കൾക്ക് ശേഷമാണ് ഈ സ്ഥിതി വല്ലാതെ രൂക്ഷമായത്. കാരണം വർദ്ധിച്ച നഗരവൽക്കരണവും അതോടൊപ്പം പോപ്പുലേഷൻ്റെ അളവ് കൂടുന്നതും വാഹനങ്ങളുടെ ഉപയോഗം കൂടുന്നതുമൊക്കെയാണ് ഈ ഒരു രീതിയിലേക്കുള്ള വലിയ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇത് ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഈ വർഷം എന്നത് വളരെ വലിയ രീതിയിലേക്ക് മാറിയിരിക്കുന്നു, അല്ല വലിയ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് പറയാം. റെക്കോർഡ് തലത്തിലേക്ക് ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള മലിനീകരണമാണ് അവിടെ ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡൽഹി സർക്കാരും ഇതിന് അടിയന്തര നടപടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഡൽഹിയിലെ കാര്യങ്ങളും മുഖ്യമന്ത്രി അതീഷിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗങ്ങളും അതോടൊപ്പം നടപടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചരിത്രം നോക്കുമ്പോൾ 2017 അല്ലെങ്കിൽ 2018 കാലഘട്ടത്തിലൊക്കെ ക്രിക്കറ്റ് മത്സരങ്ങൾ വരെ നിർത്തിവെക്കേണ്ട അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യ-ശ്രീലങ്ക ടെസ്റ്റ് മാച്ചൊക്കെ ഈ പുകമഞ്ഞ് കാരണം അവിടെ മോശം മലിനീകരണ തോത് കാരണം നിർത്തിവെക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും വാർത്തകളിൽ നിറയുന്ന ഒരു സംഭവമാണ് ഡൽഹിയിലെ മലിനീകരണം എന്നത്. ഏതായാലും ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നത് AQI എന്നത് 494 ഉയർന്നിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു മലിനീകരണത്തോടാണ് ഇപ്പോൾ ഡൽഹി നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും അവരുടെ ആയുർദൈർഘ്യം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അവരുടെ ആയുർദൈർഘ്യം 7% അല്ലെ 7 വർഷം വരെയെങ്കിലും കുറയുമെന്നാണ് ഇപ്പോഴുള്ള ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഏതായാലും വലിയ തോതിലേക്കാണ് വലിയൊരു ഇതിലേക്കാണ് വായുമലിനീകരണം ഡൽഹിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.